ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവർക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട രാത്രികളിൽ ഒന്നാണ് ബറാഅത്തിന്റെ രാവ്, ശഅബാൻ 15 രാത്രി. അൽഹംദുലില്ലാഹ്, നമ്മിലേക്ക് അത് സമാഗതമായിരിക്കുകയാണ്. ഒരു വർഷത്തേക്കുള്ള ഒരു മനുഷ്യന്റെ ജീവിത കർമ്മ പദ്ധതി തയ്യാറാക്കപ്പെടുന്ന രാത്രിയാണ്. വിശുദ്ധ ഖുർആൻ അനുഗ്രഹീതമായ രാത്രി എന്ന് പ്രത്യേകം പരാമർശിച്ച രാത്രിയാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹീതമായ രാത്രിയാണ് എന്ന് മുഫസ്സിറുകൾ ഈ ആയത്ത് വിശദീകരിച്ച് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ റഹ്മത്ത്, പ്രത്യേകമായ റഹ്മത്ത് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന രാത്രിയാണ്. എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം ചെയ്യുന്ന രാത്രിയാണ്. ലൈലത്തുൽ ദുആ, പ്രാർത്ഥനയുടെ രാത്രിയാണ്. ലൈലത്തുൽ ഇജാബ, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്ന രാത്രിയാണ്. ലൈലത്തുർ റഹ്മ, അള്ളാഹുവിന്റെ കാരുണ്യം ഭൂമിയിലേക്ക് ധാരാളം വർഷിക്കുന്ന രാത്രിയാണ്. ലൈലത്തുൽ മുബാറക. ഇങ്ങനെ ഒരുപാട് പേരുകൾ. ഏറ്റവും പ്രധാനപ്പെട്ട പേര് ലൈലത്തുൽ ബറാഅ, നരകമോചനത്തിന്റെ രാത്രിയാണ്, പാപമോചനത്തിന്റെ രാത്രിയാണ്. അള്ളാഹുവിന്റെ വിശ്വാസികൾക്ക് ധാരാളം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന അനുഗ്രഹീതമായ രാത്രിയാണ്. അള്ളാഹിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം ഈ രാത്രിയെ ഹയാത്താക്കുമായിരുന്നു, സജീവമാക്കുമായിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാനിന്റെ 15 രാത്രി എത്തിയാൽ ഫഖൂമു ലൈലഹാ വസൂമു നഹാറഹാ, അതിന്റെ രാത്രിയെ നിങ്ങൾ ഹയാത്താക്കണം, ഇബാദത്ത് കൊണ്ട്, പ്രാർത്ഥനകൾ കൊണ്ട്, ദിക്റുകൾ കൊണ്ട് സജീവമാക്കണം. അന്നത്തെ പകലിൽ നിങ്ങൾ നോമ്പെടുക്കണം. ശഅബാൻ 15 നോമ്പ്, ബറാഅത്തിന്റെ നോമ്പ് നമ്മൾ പ്രത്യേകമായി നമ്മൾ ഏറ്റെടുക്കണം, നമ്മൾ നോമ്പെടുക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രഭാതം വരെ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം ചെയ്യുന്ന രാത്രിയാണ്. അള്ളാഹുവിനോട് റിസ്ക് ചോദിച്ചാൽ റിസ്ക് നൽകുന്ന രാത്രിയാണ്. അള്ളാഹുവിനോട് പാപമോചനം നടത്തിയാൽ അള്ളാഹു പുറത്തു നൽകുന്ന രാത്രിയാണ്. എല്ലാത്തിനും ഹത്താ യത്ലി അൽ ഫജ്ർ, പ്രഭാതം പൊട്ടി വിടരുന്നത് വരെ എന്നോട് എന്ത് ചോദിച്ചാലും അവർ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയ രാത്രിയാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാൻ കഴിയും. അന്ന ദുആ യുസ്തജാബു ഫീ 5 ലയാൽ, 5 രാത്രിയിലെ ദുആകൾ, പ്രാർത്ഥനകൾ അള്ളാഹു തട്ടിക്കളയില്ല, സ്വീകരിക്കുമെന്നത് തീർച്ചയാണ്. ഒന്നാമത്തത് അവ്വലു ലൈലത്തിൻ മിൻ റജബ്, റജബിന്റെ 1ാമത്തെ രാത്രിയാണ്. അത് കഴിഞ്ഞുപോയി. 2 ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15 രാവാണ്. അന്ന് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം ചെയ്യുമെന്ന് ശാഫിഈ ഇമാം പഠിപ്പിച്ചത് കാണാൻ കഴിയും. മറ്റു 3 രാത്രികൾ ചെറിയ പെരുന്നാളിന്റെ രാത്രിയാണ്, വലിയ പെരുന്നാളിന്റെ രാത്രിയാണ്, വെള്ളിയാഴ്ച രാവുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബറാഅത്തിന്റെ രാവാണ് നമ്മുടെ മുമ്പിലുള്ളത്. അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ, ദിക്റ് ചൊല്ലാൻ, പ്രത്യേകമായ ഇബാദത്തുകൾ ചെയ്യാൻ നമ്മുടെ പൂർവികരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന 3 യാസീൻ, നമ്മുടെ ആയുസ്സിൽ ബർക്കത്ത് കിട്ടാനും ദീർഘായുസ്സിനും വേണ്ടി 1 യാസീൻ, നമ്മുടെ റിസ്ക് വിശാലതപ്പെടാൻ, നമ്മുടെ ജീവിതത്തിലെ ഐഹിക സന്തോഷങ്ങൾക്ക് വേണ്ടി 2ാമത്തെ യാസീൻ, 3ാമത് ഈ ലോകത്തിൽ നിന്ന് നമ്മൾ യാത്ര വെരിയുമ്പോൾ നല്ല ഈമാനുള്ള ഹുസ്നുൽ ഖാത്തിമത്ത് ലഭിക്കാൻ 3ാമത്തെ യാസീൻ. ഇത് 3 യാസീനും നമ്മൾ മഗ്രിബിന്റെ ശേഷം ഓതണം. സൂറത്തുൽ ദുഖാൻ നമ്മൾ പാരായണം ചെയ്യണം. 70,000 മലക്കുകൾ സൂറത്തുൽ ദുഖാൻ, ബറാഅത്തിന്റെ രാത്രി പാരായണം ചെയ്യുന്നവർക്ക് വേണ്ടി പാപമോചനം നടത്തുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചത് കാണാൻ കഴിയും. ഖുർആനിലെ 44-ാമത്തെ അധ്യായമാണ്, സൂറത്താണ്. അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله എന്ന ദിക്ർ 70 തവണയും, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്ന ദിക്ർ 100 തവണയും, ഇങ്ങനെ പ്രത്യേകമായി ദിക്റുകൾ നമ്മൾ ഈ രാത്രിയിൽ അധികരിപ്പിക്കണം. അള്ളാഹു നമുക്കൊക്കെ പരിശുദ്ധമായ ബറാഅത്ത് രാത്രിയെ സജീവമാക്കാനും ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ബറാഅത്ത് രാത്രിയുടെ എല്ലാ മഹത്വവും ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്ത് നിങ്ങളും ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.